നമസ്കാരം. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ കൊടുമ്പിരി കൊണ്ടൊരു വിഷയമായിരുന്നു. അർജന്റീനയെ കേരളത്തിലോട്ട് കളിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതിൻ്റെ ബിനാമി കമ്പനി എന്ന് പറയപ്പെടുന്ന ഗോട്ട് ആഡ് ഗ്ലോബൽ LLP എന്ന് പറയുന്ന കമ്പനിയും കൂടി ശ്രമിച്ചു എന്നുള്ളതായിരുന്നു എല്ലാ ചാനലിലെയും ചർച്ച. മനോരമ, ന്യൂസ് 18, മാതൃഭൂമി, 24, പിന്നെ നമ്മുടെ പലനാടൻ ഷാജനും. ഇവരെല്ലാം ഒരേപോലെ പറഞ്ഞൊരു വിഷയമുണ്ട്. ഒരു കേരളത്തിൽ ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കി പൈസ തട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ കമ്പനിയുടെ പേര് ഗോട്ട് ആഡ് ഗ്ലോബൽ LLP. ഓക്കെ, ആരുണ്ടാക്കി? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഗോട്ട് ആഡ് ഗ്ലോബൽ LLP, ഈ രണ്ട് കമ്പനിയും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ നമ്മുടെ സാറുമാർ കണ്ടുപിടിച്ചേക്കേണ്ട ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ അഡ്രസ്സ് ഒന്നാണെന്നാണ്. ഒയ്യോ, എന്താ ബന്ധം! അതേപോലെ ഈ ഗോട്ട് ആഡ് ഗ്ലോബൽ LLP എന്ന് പറയുന്ന കമ്പനി ഒരു പ്രപ്പോസൽ അയച്ചായിരുന്നു സർക്കാരിന്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേർ. അപ്പോൾ അവരും ഒരു പ്രപ്പോസൽ നമ്മളുടെ മുൻ കായിക മന്ത്രിയുടെ മെയിലിൽ അയച്ചു. അത് മെയിലുണ്ട്. അപ്പോൾ തിരിച്ചൊരു റിപ്ലൈ വേണ്ടേ? മീൻസ് അത് സെൻഡ് ഐറ്റത്തിൽ കാണുമല്ലോ അല്ലേ? സെൻഡ് ഐറ്റത്തിൽ കാണൂലേ? അത് നിങ്ങൾ ആരും നോക്കിയില്ല. അപ്പോൾ ഇവർക്ക് എന്തായാലും മെയിൽ കിട്ടിയിട്ടില്ല. അവിടെ സെൻഡ് ഐറ്റത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതും കൂടി മെൻഷൻ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ ഇതായിട്ട് ഇവർ മുമ്പോട്ട് പോയിട്ടുമില്ല. പിന്നെ പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് ഈ കമ്പനി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വളരെ സിമ്പിളാണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCAയുടെ പോർട്ടലിൽ ഇവിടെ രണ്ടുപേരുടെ അഡ്രസ്സ് ഒന്നാണെന്നാണ് ഈ സാറുമാരെല്ലാം പറയുന്നത്. പക്ഷെ നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അഡ്രസ്സും ഈ ഗോട്ട് ആഡ് ഗ്ലോബൽ LLP എന്ന് പറയുന്ന കമ്പനിയുടെ അഡ്രസ്സ് ഒന്നാണോ? ഇതാണ് വലിയ വിഷയം. ഇത് രണ്ടാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും, പക്ഷേ മാപ്രകൾക്ക് മനസ്സിലായിട്ടില്ല. ഇതായിരുന്നു ചാനൽ ചർച്ച. എന്നാണ് ഈ ചാനൽ ചർച്ച നടക്കുന്നത്? നമ്മുടെ CMന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററിന്റെ അടുത്ത് നിന്ന് MDMA 140 ഗ്രാം 6-7 ജില്ലയിൽ കൊടുത്തതിന് ശേഷം 140 ഗ്രാം ഇവരുടെ കയ്യിലുണ്ടെന്നാണ് നമ്മുടെ അന്വേഷണ സംഘം പറയുന്നത്. അപ്പോൾ ആ ദിവസം വല്ല ആവശ്യമുള്ള കാര്യമാണോ? വേറെ ഒരു പാരലൽ യൂണിവേഴ്സിൽ അർജന്റീനയിൽ എന്താണ് പ്രശ്നം നോക്കാം. അർജന്റീനയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പൈസ വാങ്ങി കളിക്കാൻ വേണ്ടി പോയില്ല. അതാണ് അർജന്റീനയിലെ പ്രശ്നം. അതുകൊണ്ട് AFAയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. അതാണ് അവിടുത്തെ പ്രശ്നം. എന്തല്ലേ രണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അവർ കൺഫേം ചെയ്തു അവിടെ പൈസ കിട്ടിയത്. അവർ കളിക്കാൻ വേണ്ടി പോകാതിരുന്നത് അവിടുത്തെ AFAയുടെ പ്രസിഡന്റിന്റെ തീരുമാനം കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ എന്തോ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ്. പൈസ മേടിച്ചിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് അവിടുത്തെ മാധ്യമത്തിന്റെ പ്രശ്നം. നമ്മുടെ മാധ്യമങ്ങളുടെ പ്രശ്നം ഇവിടെ പൈസ വെട്ടിച്ചു എന്നാണ്. അവിടെ പൈസ കിട്ടുകയും ചെയ്തു. അവിടെ പൈസ കിട്ടിയെന്ന് അവർ പറഞ്ഞു, പക്ഷേ ഇവിടെ പൈസ വെട്ടിച്ചു എന്നാണ് പറയുന്നത്. ഫുൾ കൺഫ്യൂഷൻ. ഇനി RTI ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 126 കോടി ഗവൺമെന്റ് അടുത്തുനിന്ന് പോയിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്യും. 10 രൂപയുടെ ചിലവേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. RTI, അതായത് വിവരാവകാശ രേഖ, അതായത് 10 രൂപയിലുള്ളൂ. അതൊന്ന് ഫയൽ ചെയ്തതിനെ അറിയാൻ പറ്റി. ഈ 126 കോടി എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ എമൗണ്ട് ആരുടെ കയ്യിൽ നിന്നാണ് പോയത്? സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോയോ ഇല്ലയോ എന്നുള്ളത് യെസ് ഓർ നോ ആൻസർ എന്തായാലും കിട്ടും. അപ്പോൾ ഇവരാണ് വിട്ടത്. പിന്നെ എന്തിനാ ഈ ചാനൽ ചർച്ച എന്ന് വെച്ചേക്കണത്? പലതും മുക്കാൻ വേണ്ടിയിട്ടല്ലേ? അർജന്റീനയിലെ പ്രശ്നവും ഇന്ത്യയിലെ പ്രശ്നവും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൻ കോമഡിയാണ്. ഈ 126 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് RBIയുടെ പെർമിഷൻ വേണം. ആ പെർമിഷൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നത്. പിന്നെ അപ്പോഴും ഈ മാധ്യമങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ റിവെഞ്ച് എടുക്കാൻ വേണ്ടി അറിഞ്ഞപ്പോൾ ഒരു കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞ സാധനം ഗോട്ട് ആഡ് ഗ്ലോബൽ LLP എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാർ ആയിട്ടുള്ള 2 പേര് നടത്തുന്ന ഒരു സ്ഥാപനം, അവർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ പിള്ളേർ പണിയെടുത്ത് ജീവിക്കുമ്പോൾ നീയൊന്നും പണിയെടുക്കാൻ സമ്മതിക്കൂല, ജസ്റ്റ് ചോദിക്കുവാണ്. ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം നടക്കുന്ന 2023 ജൂൺ ജൂലൈ മാസങ്ങളിൽ. എന്നാൽ 22-ാം തീയതി 2022 കായിക മന്ത്രിയുടെ ലെറ്റർ പാഡിൽ ഒരു സാധനം അർജന്റീനയിൽ എത്തിയിട്ടുണ്ട്. ഒരു ലെറ്റർ, അതായത് അർജന്റീനയെ കേരളത്തിലോട്ട് ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ. ഇത് നമ്മളൊരു സുഹൃത്ത് വഴി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അവിടെ നിന്ന് ഒരു കോപ്പി എടുത്തതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് ആദ്യമേ ഇനീഷ്യേറ്റ് ചെയ്തൊരു ടോക്കാണ്. കാരണം ഇവർ ഐഡിയേഷൻ കൊടുത്തവരും ഈ റിപ്പോർട്ടറൊക്കെ വരുന്നത് 2023 അപ്പോൾ 2022 ഓൾറെഡി കേരള ഗവൺമെൻറ് ഈ AFA ആയിട്ടുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ലെറ്റർ വിട്ടിരുന്നു. അതിട്ട് റിപ്ലൈ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയട്ടെ.
പക്ഷെ വിട്ടിരുന്നു, ഇനീഷ്യേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യണത് എന്ത് തേങ്ങയാണ്? അതായത് ഇവർ ഐഡിയേഷൻ കൊണ്ടുവന്നു, പൈസ മറിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുവന്നു. അതായത് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മാപ്രകളുടെയും ചില നിരീക്ഷകന്മാരുടെയും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പൈസ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ടുണ്ടാക്കിയ സാധനമാണെന്ന്. അപ്പോൾ ഈ 2022 ഡിസംബറിൽ ഈ കാണുന്ന ലെറ്റർ, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ, അതെന്താ സംഭവം? മാത്ത് ഈസ് നോട്ട് മാത്തിങ്. നിങ്ങൾ ഈ പലനാടൻ ഷാജന്റെയും പണ്ട് മുത്തുച്ചിപ്പിയും ക്രൈം ഫയറൊക്കെ വായിച്ചെടുക്കണവരുടെ വാക്ക് കേട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇടപെടലും മുഞ്ചുമില്ലേ മാപ്രകളെ? ആ MC-യുടെ സൈറ്റ് ഉണ്ട്, 2 പേരുടെ അഡ്രസ്സ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് മാപ്രകളെ നന്നാവാത്തെ. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ കണക്കുകളൊന്നും ചേരുന്നില്ലല്ലോ. 2022 ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരെ കളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിരുന്നു. വല്ലാത്ത വിഷയമാണ്, വല്ലാത്ത ജാതി. അല്ലാണ്ട് ഇപ്പം എന്താ പറയാ? അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കേണ്ട വിഷയം എന്താണെന്ന് അറിയും. നിലവിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററിന്റെ പക്കൽ നിന്ന് പിടിച്ച 140 ഗ്രാം MDMA എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി മുഖ്യമന്ത്രി തരുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തരുമോ? പരിചയമില്ലെന്ന് പറഞ്ഞില്ല, പരിചയം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വേറെ എന്തൊക്കെയോ നുണയൊക്കെ പറഞ്ഞിട്ട് ആ വഴി ഇറങ്ങിപ്പോയി. നുണകൾ കൊണ്ട് കൊട്ടാരങ്ങൾ കിട്ടുമ്പോൾ ഇതേപോലത്തെ ഡോക്യുമെന്റ് പലയിടത്തുനിന്നും വന്നു കഴിഞ്ഞാൽ ഈ നുണകളെല്ലാം വീണു പോകും. അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം, നിങ്ങളിപ്പോഴും കേരള ഗവൺമെന്റ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഗോട്ടാഡിലാണ് നിന്നിട്ടുള്ളൂ. പക്ഷേ ഇതിൽ വേറൊരു എൻറ്റിറ്റി ഉണ്ട്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അവരിലേക്കാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന അടി എന്താണെന്നറിയോ? ഇവിടെ നിന്ന് പൈസ മേടിച്ചിട്ട് നമുക്ക് സർവീസ് തന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഈ കേരളത്തിലെ മാപ്രകളെ എല്ലാത്തിനെയും കൂടി എടുത്ത് ഇങ്ങനെ മാധ്യമ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അവരാണ് കഥ അടിച്ചിടാൻ വേണ്ടിയിട്ട് വേറെ സാധനം. എടാ ഈ വിവരം കെട്ടവന്മാരെ 2026 2026 MCA പോയി നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്താൽ കിട്ടാവുന്ന വിവരമല്ലേ ഉള്ളൂ. ഇത് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇത് ആർക്കെങ്കിലും ഉള്ള കൊട്ടേഷൻ ആയിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിൽ നമ്മളതിൽ കക്ഷിയല്ലേ, നിങ്ങളായി നിങ്ങളുടെ പാടായി. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.